ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു ക്രിസ്തു ദിവസം കൂടെ നൽകിയിരിക്കെ നമ്മൾ ഇന്ന് എപ്പിസോഡ് 156 C5 താൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ 156 C5 അതിൽ നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡി താൻ, ഇത് കൊലോസ്യ ലേഖനം 1:7 താൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ വാസിക്കാം. അതിനു മുമ്പേ നമ്മൾ അതിൻ്റെ പിന്നാടി കുഞ്ച് പോയിട്ട് നമ്മൾ 7 നമുക്ക് തിരുമ്പി വരാം. 6 என்ன சொல்லுது? இங்கே சொல்லுது സുവിശേഷം. ആ സുവിശേഷം സർവ്വലോകത്തിനും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ആ സുവിശേഷം ഏത് സുവിശേഷം? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. അത് നിങ്ങളുടെ പക്കലും വന്നാച്ചേ. അത് യെരുശലേമിൽ നടന്ന സംഭവം അത് നിങ്ങളുടെ പക്കൽ കൊലോസ്യ വിശ്വാസികളുടെ പക്കത്തിൽ വന്നാച്ചേ. അത് മാത്രമല്ല, അതുമൂലം എന്നെ പറ്റി ആ സുവിശേഷം സർവ്വലോകത്തിലും അത് നിങ്ങളുടെ പക്കത്തിൽ മറ്റുമല്ല, സർവ്വലോകത്തിലും, അതായത് എല്ലായിടത്തുമേ വന്നാച്ച്, സർവ്വലോകത്തിലും വന്നാച്ച് നിങ്ങളുടെ അതേപോലെ നിങ്ങളുടെ പക്കലും എത്തിയാച്ച്. അന്നേരം അത് സർവ്വലോകത്തിലും ചെന്നപ്പം താൻ ഞങ്ങളുടെ പക്കലും വന്ന, അതായത് അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது? ഞാൻ സർവ്വലോകത്തിലും സുവിശേഷം അറിയിച്ചാച്ച്. കാരണം ബാക്കി ആരുമേ സർവ്വലോകത്തിലും പോയിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് മറ്റും താൻ സർവ്വലോകത്തിലും പോയിച്ച, സർവ്വലോകത്തിലും ആ സുവിശേഷം അറിയിച്ചാച്ച്. നിങ്ങൾ ദൈവകൃപയെ യാഥാർത്ഥമായി കേട്ടറിഞ്ഞ്, അതായത് ആണ്ടവരുടെ കൃപ എന്ന നിങ്ങൾക്ക് ശരിയായി തിരിഞ്ഞിട്ട്, നിങ്ങൾക്ക് പൊടിഞ്ഞിട്ട്, നിങ്ങൾ തിരിഞ്ഞിട്ട് അറിഞ്ഞിട്ട് നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ച് വർദ്ധിച്ചു വരുന്നു. അത് കേട്ടിട്ട് നിങ്ങൾ ഫലം കായ്ച്ചു വരുന്നു. അതായത് നിങ്ങൾ ആണ്ടവരുടെ സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആണ്ടവരുടെ വിത നിങ്ങളുടെ ഉള്ളിൽ വന്ന് ആണ്ടവരുടെ സുവിശേഷം നിങ്ങൾ സർവ്വലോകത്തിലും നിങ്ങളും ചൊല്ലാൻ വേണ്ടി നിങ്ങളും റെഡിയായച്ചേ. അതായത് നിങ്ങൾ അത് മറ്റുമല്ല, അത് ഫലം കായ്ച്ചാച്ച. നിങ്ങൾ ചെയ്ത പ്രവൃത്തി മൂലം വേറെ ആൾക്കാർ വന്ന് അവരും ഫലം തരുവാൻ തുടങ്ങി. അന്നേരം നിങ്ങൾ ഫലം കായ്പാൻ തുടങ്ങിയ എന്ന അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ചൊല്ലുക. നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് സുവിശേഷം എന്ന് ചൊല്ലിയാൽ അത് ഫലം തരുന്ന ഒരു വിധം. സുവിശേഷം എന്ന് ചൊല്ലിയാൽ ഫലം തരുന്ന വിധം അത് എന്ന് ചൊല്ലിയാൽ അത് നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ അത് മരമായി അതിൽ നിന്നും നിങ്ങൾക്ക് ഫലം கிடைக்கும். അത് മരമായില്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ ചെറിയ ഒരു ചെടിയാണെങ്കിലും അതിലും ഫലം கிடைക്കും. നമ്മൾ പാക്കുന്ന പോലെ ഇപ്പം കടുകുമണി അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജീരകം, ഇതെല്ലാമേ ചെറിയ ഇതാണ്. പക്ഷെ അതിൽ ഫലം നല്ലപോലെ കായ്ക്കുന്ന മാതിരി നിങ്ങൾ ചിന്ന ആൾക്കാർ താൻ, നിങ്ങൾ പെരിയ വേല ചെയ്തെന്ന് അല്ല ഞാൻ ചൊല്ലുന്നത്. നിങ്ങൾക്ക് കിട്ടിയ വില, അതായത് ആണ്ടവരുടെ സുവിശേഷം നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ ഫലം തന്നു. ആ ഫലം നിങ്ങൾ എന്നാ ചെയ്തു? ആ ഫലം കിട്ടിയപ്പോൾ അതിൻ്റെ വിത, അതിൽ നിന്ന് കിട്ടിയ വിത നിങ്ങൾ മറ്റുള്ളവരിൽ നിങ്ങൾ വിതച്ചു. അന്നേരം നിങ്ങൾ മറ്റുള്ളവരിൽ വിതയ്ക്കുമ്പോൾ അത് പിന്നെയും ഫലം കായ്ക്കും. അന്നേരം ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ എന്നാ പണണം? വിത പണണം ആവശ്യം. അത് നല്ല വിത താൻ നമ്മൾ പണണം. അത് എപ്പടി വിതയാ? ദൈവകൃപയുടെ വിത, അതായത് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഉദിച്ചതും അതേമാതിരി അത് അവർ കേൾക്കുന്നവരുടെ ഹൃദയത്തിലും ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. നമ്മളതിൻ്റെ മേലിൽ നമ്മൾ വായിക്ക് വന്നുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾ അപ്പടി ചെയ്യുന്ന കാര്യം ഞാൻ കേട്ടിട്ട് ദൈവത്തിന് സ്തോത്രം പണ്ണുക. ദൈവത്തിന് സ്തോത്രം പണ്ണാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ നട്ട വിത അത് ഫലം കായ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പണ്ണുക. കാണാം അത് ആരുടെ സുവിശേഷം? എന്താ? ദൈവത്തിൻ്റെ സുവിശേഷം, ആണ്ടവരുടെ സുവിശേഷം അത് ഫലം കായ്ക്കുന്നു എന്ന് കേൾക്കുന്നത് നമുക്ക് ரொம்ப സന്തോഷം. ഞാൻ തന്നെ എൻ്റെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ എൻ്റെ മോളിൽ ഞാൻ കൊഞ്ചം ചെറിയ ചട്ടി നട്ട് അതിൽ ഞാൻ കൊഞ്ചം വിതയിട്ട് അതിൻ്റെ ഫലം കായ്ക്കുന്നവരെ ഞാൻ അത് പാത്തുകൊണ്ടേയിരിക്കും. അത് ഫലം വരുമോ, അത് തൈയായിട്ട് വരുമോ, അത് കയറുമോ? ഞാൻ പാവൽ നട്ടാച്ചേ, കോവയ്ക്ക നട്ടാച്ചേ, പല വെണ്ടയ്ക്ക നട്ടാച്ചേ, അതെല്ലാം വന്ന്
കഴിയുമ്പം എല്ലാം ആ പൂ വരുമ്പോൾ പാക്കും, അയ്യോ അതിൽ ഫലം വന്നോ. അത് നമുക്ക് சொல்லுது. അതായത് അപ്പോസ്തലനായ പൗലോസും അതുപടിതാൻ പാക്കുത്. അന്നേരം അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது, നിങ്ങളുടെ വിത ഇപ്പം എന്നെ പറ്റുക അതും ഫലം കായ്ക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ 4-ാം വാക്യത്തിൽ നമ്മൾ ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും വിശുദ്ധന്മാരോടുള്ള നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടു. അതായത് വിശുദ്ധന്മാരോടുള്ള നിങ്ങളുടെ വിശ്വാസം, അതായത് ഈ ഫലത്തിൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന വിശ്വാസം. അതായത് വിശ്വാസം എന്ന ഫലം നിങ്ങൾക്ക് കിട്ടി. അതിന് നിങ്ങളത് ആ വിശ്വാസം നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുത്ത വിശ്വാസത്തിൻ്റെ ഫലം. രണ്ടാമത്തെ എന്നാ, നിങ്ങൾക്ക് പ്രത്യാശ കിട്ടി. പ്രത്യാശ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹോപ്പ്. അതായത് നിങ്ങൾക്ക് വിശ്വാസം എന്നാ വിശ്വാസം കിട്ടിയ ആണ്ടവരുടെ തിരിച്ചു വരവ് ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ ആ വിധം നമ്മൾ എന്നാ പണുക, നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലും നമ്മൾ വിതയ്ക്കുകയാണ്. അന്നേരം വിതയ്ക്കുമ്പോൾ എന്നാ പറ്റും, അവരിലും ഫലം കായ്ക്കും. അന്നേരം നമ്മളൊരു എപ്പോഴെങ്കിലും നമ്മളൊരു വിത വിതച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ ഫലം കായ്ക്കാതിരിക്കാൻ വേണ്ടി നോക്കുമോ? ഞാനിപ്പോൾ ഞാൻ കോയിക്കായുടെ ഒരു വിത കൊണ്ടുവന്ന് ഞാൻ നട്ട് കഴിഞ്ഞിട്ട് അതിന് തണ്ണി ഊത്തുക, അതിന് വേണ്ടിയ ഓരം ഞാൻ ഇടുക, എല്ലാം ചെയ്യുക. ഇതെല്ലാം ചെയ്തത് അത് പെരുസായിട്ട് അത് ഫലം கிடைக்கணும். അതേപോലെ താൻ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് சொல்லுது, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സുവിശേഷം അറിയിച്ചു മറ്റുമല്ല, ഞാൻ എന്നാ ചൊല്ലിയാച്ചേ, നിങ്ങൾക്ക് അതിനുള്ള തണ്ണിയും അതേപോലെ തണ്ണിയും ഞാൻ ഒഴിച്ചാച്ചേ, ഓരോ ഒഴിച്ചാച്ചേ. അതായത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ കൃപയുടെ മഹത്വം നിങ്ങളോട് ചൊല്ലിയാച്ചേ. അത് നിങ്ങളോട് ചൊല്ലിയപ്പം അത് തഴച്ച് വളരുവാൻ തുടങ്ങി. അത് തഴച്ച് വരുന്നത് മറ്റുമല്ല, ഇപ്പം എന്നെ അയച്ച് അതിൽ ഇപ്പം ഫലം കായ്ച്ചാച്ച്. അതിന് നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ എന്നതാ ആ ഫലം നമ്മൾ നട്ടവർ ആ ഫലം എന്നാ പണ്ണും, അത് സാപ്പിട്ട് നമ്മൾ അതിൻ്റെ സ്വാദ് നമ്മൾ ഏറ്റിടും. അതേപോലെ ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളിൽ വിതച്ച വിത മൂലം അതിൻ്റെ ഫലം ആണ്ടവർ പാക്കുക. നിങ്ങളുടെ വിശ്വാസം വിശ്വാസം മറ്റുമല്ല, നിങ്ങളുടെ ഹോപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേസം, നിങ്ങൾ ഓരോരുത്തരുടെ നേസം പണ്ണുക. നിങ്ങൾക്ക് അത് ഏതിൻ്റെ വിതയാണ്? സത്യവചനത്തിൻ്റെ വിതയെന്ന 3-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത്. 3-ാം വാക്യത്തിൽ സത്യവചനത്തിൻ്റെ വിതയാണ് നമ്മൾ കേട്ടത്. അത് എங்கே വെച്ചിരിക്കെ? സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത്. എங்கே? സ്വർഗത്തിൽ. ആ സ്വർഗത്തിലുള്ള വേദന ആണ്ടവരായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഈ ലോകത്തിൽ വന്നു. ഈ ലോകത്തിൽ വന്ന് അവൻ മരിച്ചപ്പോൾ ആ വിത അവിടെ നട്ടു. ആ മരിച്ച വിത നട്ട് കഴിഞ്ഞപ്പോൾ, അതായത് മണ്ണിൽ നമ്മൾ എപ്പടി ഒരു വിത കുഴിച്ചിടുന്നോ അതേപോലെ ഈ ലോകത്തിൽ വന്ന് ഈ വിത നട്ടു. ഈ വിത നട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, കൃപ, കരുണ, അന്യോന്യ നമ്പിക്കുക. നമ്മൾ അത് എല്ലാമേ ആണ്ടവരുടെ ഫലങ്ങൾ, പല ഫലങ്ങൾ, സമാധാനം, ഇതെല്ലാം ആണ്ടവരുടെ ഫലം. അതായത് നമുക്കിത് എங்கே നമുക്ക് പാക്കാൻ മുടിയും, പാക്കാൻ എங்கே നമുക്ക് തിരിയും. അത് തിരിയെന്ന് പറഞ്ഞാൽ അത് നമുക്കതിൻ്റെ ഫലം നമ്മൾ കാണിക്കും. അതിന് നമ്മൾ ഫലം കായ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വാസിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ ഒരു വിതച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ പിശാച് എന്നിട്ട് കളയിട്ടാച്ച് അതേപോലെ നമ്മുടെ ഇടയിലും കളയിടാൻ, കളയെന്ന് ചൊല്ലിയാൽ അത് ശരിയായിട്ടുള്ള വിതയല്ലാതെ അതിൻ്റെ ഇടയിലിട്ട് നമ്മളിട്ട് അതിൻ്റെ നമ്മളെ കലക്കിയിടും. എന്നാൽ നിങ്ങൾ വിശ്വാസത്തിൽ, നിങ്ങൾ നേസത്തിൽ, ആണ്ടവരോടുള്ള നേസത്തിൽ നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളെ ആരുമേ ഒന്നും ചെയ്യാൻ മുടിയാതെ. കാരണം എന്തുകൊണ്ടും ചെയ്യാൻ മുടിയാതെ? കാരണം നിങ്ങൾക്കൊരു പ്രത്യാശയിരിക്കെ. എന്താ പ്രത്യാശ?
ആണ്ടവർ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിടും. അതായത് നമ്മൾ ഈ നാട്ടിലെ ഈ ലോകത്തിലെ വ്യക്തികളല്ല. നമ്മൾ ഏത് ലോകത്തിലെ വ്യക്തികൾ താൻ? നമ്മൾ സ്വർഗത്തിലെ വ്യക്തികൾ താൻ. നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതിൻ്റെ പ്രത്യാശ നൽകിയിരിക്കും. അതായത് അത് മറ്റും താൻ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന് മറ്റും താൻ. അത് മാത്രമല്ല, നരകത്തിലേക്ക് പോകേണ്ട നമ്മൾ നരകത്തിലേക്ക് പോകാതെ, അതായത് നമുക്ക് നമ്മുടെ നരകത്തിലേക്ക് പോകുന്ന യാത്ര അത് അങ്ങ് മുടിഞ്ഞാച്ച്, അല്ലെങ്കിൽ നമ്മൾ എங்கே പോകും? തീപ്പൊയ്യയിലേക്ക് നമ്മൾ പോകേണ്ടിയായിരുന്നു. അതായത് തീയുടെ അഗാധമായ അതിൽ നമ്മൾ വീഴേണ്ടി വരായിരുന്നു. അതിൽ നിന്ന് നമ്മൾ വിളിച്ചു. അത് മറ്റും താൻ നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് അതുകൊണ്ട് നമുക്ക് എന്നാ പറ്റി? നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം കിടച്ചാച്ച്. അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ഒരിക്കലുമേ കിടക്കാൻ മുടിയാതെ. കാരണം എന്നുകൊണ്ട് കിടക്കാൻ മുടിയാതെ. കാരണം ഈ ലോകത്തിൽ ആൾക്കാരെ സമാധാനം 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 എന്ന് ചൊല്ലി സമാധാനത്തെ പാക്കുന്നത്, എന്നാൽ സമാധാനം കിടക്കാതെ. എന്നാൽ ആണ്ടവരുടെ വിധ നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്നേഹം ഇതെല്ലാം അതിൻ്റെ ഫലം താൻ. അതുമാത്രമല്ല, പെരിയ ഫലം സമാധാനം. നമുക്ക് സമാധാനമായിരിക്കും. ഈ ലോകത്തെപ്പറ്റി നമുക്ക് യാതൊരു കവലയുമില്ല. കാരണം എന്തുകൊണ്ട് കവലയില്ല? കാരണം നമുക്ക് തിരിയും ഈ ലോകം നമ്മുടെ ഒരു വഴിയാത്ര സഞ്ചാരി, അല്ലെങ്കിൽ നമ്മൾ ഒരു വഴി താൻ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ വഴിയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ എങ്ങേക്ക് പോകും? ആ സിയോനിലേക്ക് യാത്ര പണുക. സിയോൻ എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിലേക്ക് നമ്മൾ യാത്ര പണുക. നമ്മൾ ഇനി 6-ാം വാക്യം നമ്മൾ 7-ാം വാക്യത്തിൽ ഇങ്ങനെ നിങ്ങളുടെ പ്രിയ സൗഹൃദത്തിനായ പാസ്റ്ററിനോട് പഠിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്ന് മറ്റുമല്ല, നിങ്ങളുടെ പ്രിയ സഹോദരൻ, അതായത് നിങ്ങളുള്ള സഹോദരൻ, പ്രിയ സഹോദരൻ എപ്പാഫ്രാസ്, അവൻ നിങ്ങളെ പഠിപ്പിച്ചാച്ച്. എന്നാലും നമ്മുടെ വേല എന്നേക്ക് നമ്മുടെ വേല മറ്റുള്ളവരെ പഠിപ്പിക്കണം. അതായത് വിശ്വാസികളെ അവർക്ക് ഓരം കൊടുക്കുന്ന മാതിരി നമ്മളവരെ പഠിപ്പിക്കണം. വചനത്തിൻ്റെ അഗാധമായ അതിൽ നിന്നും നമ്മൾ എടുത്ത് നമ്മൾ അതിൻ്റെ ഓരം നമ്മൾ ഇടണം. അത് ഓരം എപ്പടി കളിക്കുമെന്ന് தெரியுமா? നമ്മൾ ഓരത്തെപ്പറ്റി ഞാൻ ഒരു വാക്ക്, കാരണം ഞാനൊരു കൃഷിക്കാരൻ, ഞാനൊരു വ്യവസായി ആയതുകൊണ്ട് ഞാൻ ഒരു ഓരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം കായ്കനികളിലെ എല്ലാ വേസ്റ്റും എന്നാ പറ്റുക? അത് എടുത്ത് നിങ്ങൾ ഒരിടത്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് എന്നാ പറ്റും? ഒരു ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ അത് എന്നാ പറ്റും? കൊഞ്ചം കഴിയുമ്പോൾ അത് ഓരമായി തീരും. ആ ഓരം നമുക്ക് അത് ഫലമായി തീരും. അതുമാതിരി നമ്മൾ വചനം നമ്മൾ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് നമ്മൾ ധ്യാനിച്ച് പഠിച്ച് അതായത് ഈ കായ്കനികൾ ഡ്രമ്മിൽ കിടന്ന് அப்படி കിടന്ന് അതേമാതിരി നമ്മൾ വചനം പഠിച്ച് നമ്മൾ എന്നാ പറ്റും? നമ്മൾ ഓരമായി മാറിടും. അന്നേരം ഈ ഓരം കൊഞ്ചം നമ്മൾ നമ്മുടെ വിതയിൽ നമ്മൾ കൊഞ്ചം ഇടയ്ക്ക് വന്ന് എന്നാ പറ്റും? അത് ഫലം നല്ലപോലെ കായ്ക്കും. അന്നേരം ഫലം കായ്ക്കണമെങ്കിൽ എന്നെ വേണം? ഓരം നമുക്ക് നിശ്ചയമാണ്. അതായത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓരം. ഈ ഓരം നമ്മൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് നമുക്ക് എന്നാ പറ്റും? അത് പ്രയോജനം கிடைக்காது. இங்கே அப்போஸ்தலனாகிய பவுலோஸ் என்ன சொல்லுது? നിങ്ങൾ എപ്പാഫ്രോസിനെ കേട്ട് എന്നിൽ നിന്ന് കേട്ട അത് மட்டுമല്ല എപ്പാഫ്രോസിൽ നിന്നും കേട്ടാച്ച് നിങ്ങൾ ആണ്ടവരുടെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫലം കായ്ക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ വചനം, എൻ്റെ സമയം ഇங்கே മുടിഞ്ഞാച്ച്. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന സമയം നമുക്ക് എന്നാ പണണം? ആണ്ടവരുടെ വചനം അത് നമ്മൾ പഠിച്ച് നമുക്ക് അത് ഓരമാക്കി മാറ്റി ആ ഓരം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മുടെ ഇരിക്കുന്ന വിത അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിൽ നിന്ന് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം, നമുക്ക് നമ്മുടെ പ്രത്യാശ എല്ലാമേ கிடைக்கும். ആണ്ടവർ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.